ഹായ് ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അവരുടെ മലയാളത്തിലെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പച്ചിലത്തുമ്പിലൂടെ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റു സബ്ജക്റ്റുകളുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. STD2 ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നോക്കൂ, നമുക്കവിടെ എന്താ തന്നിട്ടുള്ളത്? അതേ, ഒരു കവിതയുടെ ഭാഗം തന്നിട്ടുണ്ടല്ലേ. അയ്യപ്പ പണിക്കർ എഴുതിയ ഒരു കവിതയാണ് കേട്ടോ അത്. ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു, ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു. അപ്പം എന്താണ് പറയുന്നത്? അയ്യപ്പ പണിക്കർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് മക്കളെ? ഒരു മഴ പെയ്തപ്പോൾ എന്താണ്? ഭൂമി കുളിർത്തു. കുളിർത്തു എന്ന് പറഞ്ഞാൽ ഭൂമി തണുത്തു അല്ലേ. പിന്നെയോ ഒരു കതിർ നീണ്ടു. ഭൂമിയിൽ വെള്ളം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കതിർ നീണ്ടു, അഥവാ ഒരു വിത്ത് മുളച്ചു അല്ലേ. ഭൂമി പൊലിച്ചു. പൊലിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉഷാറായി എന്നാണല്ലേ. എന്താണ്? മഴ പെയ്തപ്പോൾ ഭൂമിയിൽ പുതിയ വിത്തുകളൊക്കെ മുളച്ച് ഭൂമി ഒന്ന് ഉഷാറായി. ഓക്കെ, എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? അയ്യപ്പ പണിക്കർ പറയുന്നത്. ഇനി നോക്കൂ, മഴ പെയ്തു മണ്ണ് കുളിർത്തു, വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുള പൊട്ടി, തളിരിലകൾ തലനീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ. പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും പതിയെ വളർന്നു. എന്താണ് പറഞ്ഞത്? വെണ്ടയും അതുപോലെ മത്തൻ വിത്തും മുളച്ചപ്പോൾ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. എന്താണ് സംഭവിച്ചത്? വിത്തുകൾ മുള പൊട്ടിയപ്പോൾ അവരാദ്യം എന്താ കണ്ടത്? നീലാകാശത്തെയാണ് കണ്ടതല്ലേ. ഇനി എന്താ പറയുന്നേ? നോക്കൂ, വെണ്ടച്ചെടി മുട്ടിയിട്ട് തുടങ്ങി. മുട്ടുകൾ വിരിഞ്ഞു, മഞ്ഞ പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടുവന്നു. വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടുവന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിലിഴയുന്നത്? നിനക്ക് നിവർന്ന് നിന്നുകൂടെ? അപ്പം എന്താ വെണ്ടച്ചെടി മത്തൻ വള്ളിയോട് പറയുന്നത്? നിവർന്ന് നിൽക്കാനാണല്ലേ പറയുന്നത്. നമ്മുടെ വെണ്ടച്ചെടിയിൽ മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ വിരിഞ്ഞ് പൂവ് കൊഴിഞ്ഞ് പിന്നെ എന്തുണ്ടായി? വെണ്ട ഉണ്ടായല്ലേ. അതുപോലെ തന്നെ മത്തൻ വള്ളിയിൽ എന്താണ്? സ്പ്രിങ് പോലുള്ള കൈകളൊക്കെ നീണ്ടു വന്ന് മുറ്റത്ത് എന്തായി? നീണ്ടു നിവർന്ന് കിടന്നു അല്ലേ. എന്നിട്ട് വെണ്ടച്ചെടിയിലേക്ക് ആ സ്പ്രിങ് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് വെണ്ടച്ചെടി മത്തൻ വള്ളിയോട് പറഞ്ഞത്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ച് കയറുന്നേ? മണ്ണിൽ എഴുന്നത് എന്തിനാ? നിനക്ക് നീണ്ടു നിവർന്ന് നിന്നൂടെ എന്നാണ് പറയുന്നത് അല്ലേ. നിവർന്ന് നിന്നുകൂടെ എന്നാണ് പറയുന്നത്. പക്ഷേ മത്തൻ വള്ളിക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുമോ മക്കളെ? ഇല്ലല്ലേ. കാരണം എന്താണ്? മത്തൻ വള്ളിയാണ്, അത് പടർന്നു പോകുന്ന ചെടിയാണല്ലേ. ഓരോ മരങ്ങളിലും അല്ലെങ്കിൽ മുറ്റത്തൊക്കെ സ്പ്രിങ് ഉപയോഗിച്ച് പടർന്ന് പന്തലിക്കുന്ന ചെടിയാണ് ഏത്? മത്തൻ. പക്ഷേ വെണ്ടയോ? വെണ്ട ഒരു മരം പോലെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന മരമാണ് അല്ലെങ്കിൽ ചെടിയാണ് അല്ലേ. ഇനി എന്താ നോക്കൂ, ആ ചെടിയിൽ മത്തൻ വള്ളി മരത്തിൽ കയറി മത്തൻ കായ്ക്കുന്നുണ്ടല്ലേ. എനിക്ക് സ്വന്തമായി നിവർന്ന് നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. എന്താ മത്തൻ വള്ളി പറഞ്ഞത്? നിവർന്ന് നിൽക്കാൻ കഴിയില്ല എന്നാണല്ലേ. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. അപ്പോൾ ആരാണ് മക്കളെ നമ്മുടെ മത്തൻ വള്ളിയെ സഹായിച്ചത്? കറിവേപ്പാണല്ലേ. മത്തൻ വള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ട ചങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ട ചെടിക്ക് സന്തോഷമായി. അങ്ങനെ നമ്മുടെ മത്തൻ വള്ളി കറിവേപ്പ് മരത്തിലൊക്കെ കയറി നീണ്ടു നിവർന്ന് നിന്നു അല്ലേ. വെണ്ടച്ചെടിയോടൊപ്പം നിന്നു. എനിക്ക് ദൂരേക്ക് വിത്ത് വിതരാൻ കഴിയുമല്ലോ. ആരാ മക്കളെ പറയുന്നത്? വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. എങ്ങനെയാ മക്കളെ വെണ്ടച്ചെടിക്ക് ദൂരേക്ക് വിത്ത് വിതരാൻ കഴിയുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 പാടും ചിതറി.
ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. എങ്ങനെയാണ് വെണ്ടയ്ക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുന്നത്? ഉണങ്ങിയ വെണ്ട പൊട്ടിത്തെറിച്ച് വിത്തുകൾ പലയിടങ്ങളിലേക്കും ചിതറും അല്ലേ? ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി. നോക്കൂ, പിന്നെ ആരാ വന്നത് മത്തൻ വള്ളിയുടെ അടുത്തേക്ക്? അപ്പൂപ്പൻ താടിയാണല്ലേ. അപ്പൂപ്പൻ എങ്ങനെയാ വന്നേ? പറന്നു വന്നു അല്ലേ? മത്തൻ വള്ളി ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന്. അപ്പൊ എന്താണ് അപ്പൂപ്പൻ താടി പറഞ്ഞത്? എന്തോ ഒന്ന് നമ്മുടെ മത്തൻവള്ളിയുടെ ചെവിയിൽ മന്ത്രിച്ച് പറന്നു പോയല്ലേ. പിന്നെ നോക്കൂ, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും മക്കളെ മത്തൻവള്ളിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ കാറ്റിൽ പറന്നാണ് വന്നത് എന്നായിരിക്കാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു? എന്തായിരുന്നു വെണ്ടച്ചെടി കാണിച്ച സൂത്രം? വെണ്ടയുടെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ച് അതിലെ വിത്തുകൾ പലയിടങ്ങളിലേക്കും ചിന്നിച്ചിതറി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം ചിത്രം വരയ്ക്കാനാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ വരയ്ക്കാം? അപ്പൂപ്പൻ താടി കാറ്റിലൂടെ പറന്ന് വന്ന് നമ്മുടെ മത്തൻ വള്ളിയിൽ വന്നിരിക്കുന്നത് വരയ്ക്കാം. അതല്ലെങ്കിൽ വെണ്ടയും മത്തൻ വള്ളിയും കൂടി സംസാരിക്കുന്നത് വരയ്ക്കാം അല്ലേ. അതുമല്ലെങ്കിൽ മത്തൻവള്ളി കറിവേപ്പിൻ്റെ മുകളിലൂടെ പടരുന്ന ആ ഒരു സീന് വരയ്ക്കാം. എന്താണെങ്കിലും മക്കൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം വരയ്ക്കാം കേട്ടോ. അതിന് താഴെ നോക്കൂ, മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ. ശ്രീബുദ്ധൻ പറഞ്ഞൊരു വാക്കാണ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ആരൊക്കെയാണ് മനുഷ്യൻ്റെ ബന്ധുക്കൾ എന്നാണ് പറയുന്നത്? മരങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ചേർന്ന് ഈ പ്രകൃതിയാണ് മനുഷ്യൻ്റെ ബന്ധുക്കൾ എന്നാണ് പറയുന്നത് അല്ലേ. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അവരും മനുഷ്യനെ ആശ്രയിച്ചാണ്. നമ്മളെല്ലാവരും എന്താണ്? സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ് എന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. അടുത്ത് നോക്കൂ, ഇലയും കറിയും. ഇലക്കറികൾ ഒരുപാടുണ്ടല്ലോ മക്കളെ നമ്മൾക്ക് ചുറ്റും. ഏതെല്ലാം ഇലക്കറികൾ മക്കൾക്കറിയാം? മുരിങ്ങയിലയുണ്ട്, ചീരയിലയുണ്ട്, മത്തനിലയുണ്ട്, പയറിനിലയുണ്ട്. അങ്ങനെ ഒരുപാട് ഇലകളുണ്ട്. തുളസി ഇല അല്ലേ. എല്ലാം കൊണ്ട് നമ്മൾ കഴിക്കുന്നതും ഉണ്ട്, അല്ലെങ്കിൽ കഴിക്കാത്തതും ഉണ്ട്. ഇവിടെ നോക്കൂ, ഇലയും കറിയും എന്ന് പറഞ്ഞൊരു ചെറിയൊരു കവിത ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഇലയും കറിയും. എത്ര ഇലക്കറി അറിയാം? പറയുക, ഏതില് നിങ്ങൾ കറി വയ്ക്കും? മത്തനിലക്കറി അറിയാം ഞങ്ങൾ, കുമ്പളയിലയും കറി വയ്ക്കും. ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളച്ചീര കറി അറിയാം. പയറിലയറിയാം, ചേമ്പിലയറിയാം, മുരിങ്ങയിലയും കറി വയ്ക്കും. താളും തകരയും അറിയാം, പിന്നെ തഴുതാമക്കറി അറിയാമേ. പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില. എത്ര ഇലക്കറി അറിയാം? പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? ഈ ഒരു കവിതയിൽ ഒരുപാട് ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഒരുപാട് ഇലയുടെ പേരുകൾ പറയുന്നുണ്ട്. നമ്മൾ കറി വയ്ക്കുന്നത്, കറിയിൽ ഉപയോഗിക്കുന്നത്, കഴിക്കുന്നത് പോലുള്ള പല പല ഇലകളും അതിൽ പറയുന്നുണ്ട്. ഇനി നോക്കൂ, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം? എഴുതി നോക്കാം. അപ്പം നമുക്ക് ഈ കവിതയിൽ കുറച്ച് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഇലകൾ തന്നിട്ടുണ്ട്. ഏതെല്ലാമായിരുന്നു? മത്തനില, കുമ്പളയില, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻചീര, പയറില, ചേമ്പില, മുരിങ്ങയില, താള്, തകര, തഴുതാമ. ഇത്രയും ഇലകളെല്ലാം നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാം എന്നാണ് നെക്സ്റ്റ് ചോദ്യം. എന്താ മക്കളെ പറയുന്നത്? ഇല കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അതിലേതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതി നോക്കാലോ. ഞാനിവിടെ ടീച്ചർ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. മുരിങ്ങയില മുട്ടത്തോരനാണ് കേട്ടോ. ആദ്യം ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ശേഷം കഴുകി വെച്ച മുരിങ്ങയില ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് അതിലേക്ക് 1-2 മുട്ട പൊട്ടിച്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മുട്ടയും മുരിങ്ങയും വെന്തു കഴിഞ്ഞാൽ അടുപ്പത്ത് നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇങ്ങനെയാണ് മിസ് ഉണ്ടാക്കാറ് കേട്ടോ. മക്കളുടെ വീട്ടിലും ഇതുപോലെ വെറൈറ്റി എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. ഇനി എന്ത് നോക്കൂ, ഋഷിതയുടെ ഡയറി. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു.
കുറച്ച് ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാനതിലേക്ക് കുറേ നേരം നോക്കി നിന്നു. അപ്പം എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഋഷിതയുടെ ഡയറിയാണ് തന്നിട്ടുള്ളതല്ലേ. അവള് കുറച്ച് ദിവസം മുമ്പ് ഒരു കുപ്പിയിൽ വെള്ളത്തിൽ ഒരു ചെടി വെച്ചിരുന്നു. അത് എന്തായി? അതിന് വേരൊക്കെ വന്നു തുടങ്ങി എന്നാണ് അവളുടെ ഡയറിയിൽ പറയുന്നത് അല്ലേ. അതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ, നമ്മൾ വായിച്ചു അല്ലേ. ഇനി അതിന് താഴെ ചോദ്യം നോക്കൂ. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? അന്വേഷിച്ചറിയാം, കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം എന്നാണല്ലേ പറയുന്നത്. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ മക്കളെ? ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ലക്കി ബാംബു, മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, കറ്റാർ വാഴ, ഓർക്കിഡുകൾ, ടില്ലാൻസിയ. ഇതുപോലുള്ള ചെടികളെല്ലാം എന്താണ്? മണ്ണില്ലാതെ വളരുന്നവയാണ് കേട്ടോ. ചിലത് എന്താ പറയുക, വെള്ളത്തിലായിരിക്കും. ചിലത് ചകിരിയിലായിരിക്കും, കല്ലിലായിരിക്കും, അങ്ങനെ വളരുന്നുണ്ട് കേട്ടോ. ഇനി എടുത്ത് നോക്കൂ. രൂപങ്ങൾ നിർമ്മിക്കാം. നമുക്കവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ മക്കളെ. എങ്ങനെ നിർമ്മിച്ച രൂപങ്ങളാണത്? ഇല കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളാണ് തന്നിട്ടുള്ളതല്ലേ. ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ചിത്രം നോക്കൂ. നമ്മുടെ ചെമ്പരത്തി ഇലയ്ക്ക് ഉപയോഗിച്ച് തത്തമ്മയുണ്ടാക്കിയ ചിത്രമാണല്ലേ അത്. രണ്ടാമത്തെ നോക്കൂ. പ്ലാവില പോലുള്ള പല നിറത്തിലുള്ള ഇലകൾ ഉപയോഗിച്ചിട്ട് പല ഇൻസെക്റ്റുകൾ, പ്രാണികളൊക്കെ ഉണ്ടാക്കിയതാണല്ലേ അവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങളോടും എന്ത് ചെയ്യാനാണ് പറയുന്നത്? പല പക്ഷികളുടെയോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെയോ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മയിലും അതുപോലെ എലിയും ആനയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലൊരു ചിത്രം നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇനി എന്താ തന്നിട്ടുള്ളത്? തെങ്ങ്. ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം, എനിക്ക് ചില്ലകളില്ല. പിന്നെ കുറച്ച് വരികൾ വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം, കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട്. തെങ്ങിനെ കുറിച്ച് അതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ് നമ്മളോട് ആദ്യം ചെയ്യാൻ പറഞ്ഞ വർക്ക്? വിട്ട ഭാഗം പൂരിപ്പിച്ച് എഴുതാനാണ് പറയുന്നത് അല്ലേ. നമുക്കൊരു 4 വരികൾ അവിടെ ഗ്യാപ്പ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യണം. എന്തൊക്കെ എഴുതാം? എനിക്ക് ഓലകളുണ്ട്, എൻ്റെ കായയാണ് തേങ്ങ, തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ലഭിക്കുന്നു, എൻ്റെ തടി വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇങ്ങനെ തെങ്ങ് കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാം. ഞാനിവിടെ മാവിനെ കുറിച്ചാണ് എഴുതുന്നത്. നമുക്ക് എഴുതി നോക്കാമല്ലോ. ഞാൻ മാവ്, ഞാൻ നമ്മുടെ നാട്ടിലെ പ്രധാന വൃക്ഷമാണ്, എനിക്ക് ധാരാളം ചില്ലകളുണ്ട്, എൻ്റെ ഫലമാണ് മാമ്പഴം, മാമ്പഴം വളരെ രുചിയുള്ളതാണ്, ഞാൻ തണൽ നൽകുന്നു. ഇങ്ങനെ മാവ് കൊണ്ടുള്ള ഉപയോഗങ്ങളും അതുപോലെ ഉപകാരങ്ങളൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മക്കൾക്ക് വേണമെങ്കിൽ പ്ലാവിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ കശുമാവിനെ കുറിച്ച് എഴുതാം, ഏത് സസ്യത്തെക്കുറിച്ചും എഴുതാം കേട്ടോ. ഇനി അടുത്ത് നമുക്കൊരു കവിതയാണ് തന്നിട്ടുള്ളത് കേട്ടോ. പാടി രസിക്കാം. മരം. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം, പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം, ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം, വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം, വിണ്ണിൻ്റെ മഴയായി മരം വേണം, മണ്ണിൻ്റെ ഉയിരായി മരം വേണം, കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം. വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ, വിറ്റു കാശാക്കല്ലേ പെരിയോരെ, കാടിത് ഞങ്ങൾക്കു വീടാണ്, വീട് മുടിക്കല്ലേ ഉടയോരെ. ഇപ്പം സുഗതകുമാരി എഴുതിയ ഒരു കവിതയാണ് നമ്മൾ വായിച്ചതല്ലേ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മരത്തെക്കുറിച്ചാണ്. മരം നമുക്കെല്ലാവർക്കും വേണം അല്ലേ. മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും നമ്മുടെ മരം അത്യാവശ്യമാണല്ലേ. അത് വിൽക്കല്ലേ വെട്ടല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ മരം വെട്ടാൻ വേണ്ടി പാടില്ലല്ലേ. കാരണം എന്താണ്? മരം നമ്മളെ ഒരുപാട് പല പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് കുറച്ച് കടങ്കഥകളാണ് തന്നിട്ടുള്ളത്. എന്താ നോക്കാലോ. ആരാണ്? തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇല വിരിക്കും, പൂത്തു പുഞ്ചിരിക്കും, മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടു നോക്കല്ലേ പിണങ്ങി നിൽക്കും,
എന്താണ് പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? തൊട്ടാവാടിയെ കുറിച്ചാണല്ലേ പറയുന്നത്. തൊട്ടു നോക്കല്ലേ പിണങ്ങി നിൽക്കും എന്ന് പറയുമ്പോഴല്ലേ നമുക്കറിയാം അതാരാണ്? തൊട്ടാവാടിയാണ്. ഇനി അടുത്തത് നോക്കൂ. ഊന്നിക്കയറാൻ ഊന്നല് വേണം, പടർന്നു വളരാൻ പന്തല് വേണം, വിരലുകൾ പോലില, പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായ്കൾ, കായിൽ മുള്ള്, രുചിയിൽ കയ്പ്, കറിയിൽ ഗുണം, ഇവനാരാവാം. എന്താണ്? കയ്പുള്ള കായ ഏതാണ് മക്കളെ? പാവയ്ക്കയാണ്, അല്ലെങ്കിൽ കയ്പക്കയാണല്ലേ. ഇനി അവസാനത്തെ നോക്കൂ. പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര്. എന്താണ്? കായ ഉണ്ടായാൽ നമ്മൾ കല്ല് കെട്ടി തൂക്കിയിടും. മാത്രമല്ല ഇത് പന്തല് കെട്ടി അതിലാണ് വളരുന്നത്. എങ്ങനത്തെ പച്ചക്കറികളാ മക്കളെ നമ്മൾ അങ്ങനെ വളർത്തുന്നത്? അതെ, പടവലങ്ങയാണല്ലേ. പടവലങ്ങയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. മക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്